Hello students, today we are going to see the angular momentum and fixed axis rotation. So far we have seen how to calculate the angular momentum and torque തമ്മിലുള്ള relation നമ്മൾ പറഞ്ഞു. How the angular momentum and torque varies with the origin that we choose കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. Now we will see fixed axis rotation. അതുപോലെ ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ അങ്ങനെയുള്ള മോഷനിൽ എങ്ങനെയാണ് ആംഗുലർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യവും നമ്മളിപ്പം പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ. ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ബൈ ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ we mean that the direction of the axis of rotation is always along the same line and the axis itself may translate. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു കാറിൻ്റെ വീല് ഇറ്റ്സ് മൂവിങ് ഇൻ സ്ട്രേറ്റ് ലൈൻ. എ കാർ ഈസ് മൂവിങ് ഇൻ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെയുള്ളൊരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിങ് റൊട്ടേഷണൽ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. ആ ഫിക്സ്ഡ് ആക്സിസ് ആണ് ഫിക്സ്ഡ് ആക്സിസ് ഈസ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി വീൽ. ഓക്കെ, പിന്നെന്താണ് ഈ ആക്സിസിന് എങ്ങനെയാണ് ദ ആക്സിസ് ഇറ്റ് സെൽഫ് മേ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിന് അങ്ങനെ തന്നെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മോഷനാണ് നമ്മൾ ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറയും. ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദ പാർട്ടിക്കിൾ വിൽ എക്സിക്യൂട്ട് റൊട്ടേഷണൽ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. ആൻഡ് അതിന് വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ഓൾവേസ് അലോങ് ദി സെയിം ലൈൻ. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഒരിക്കലും ഒന്ന് ചരിയാനോ അങ്ങനെയൊന്നും പാടില്ല. പക്ഷേ എന്താണ്, ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ ആണ് സ്ട്രേറ്റ് ലൈനിൽ. അതുകൊണ്ടാണ് സ്ട്രേറ്റ് ലൈനിൽ ഇതിന് മൂവ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ആക്സിസ് ഓഫ് നമ്മൾ കാറ് വളവ് തിരിയുന്നതൊന്നും നമുക്ക് ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് എന്താ ഉണ്ടാവുക, നമുക്ക് സ്ട്രേറ്റ് ലൈൻ അല്ല അല്ലേ, മൂവ്മെൻറ്റ് ആക്സിസ് വളയുന്നുണ്ട്, ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് പറ്റില്ല. അപ്പോൾ ഓൺലി പോസിബിൾ മോഷൻ ഇസ് ഇറ്റ് മേ ട്രാൻസ്ലേറ്റ്. ഇപ്പോൾ ലീനിയർ ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ് ഇത് ആക്സിസിന്. അപ്പോൾ അങ്ങനെയുള്ള റൊട്ടേഷനാണ് ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറയും. ഓക്കെ, നോ ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷനിൽ നമ്മൾ എങ്ങനെയാണ് ആംഗുലർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ യു ഹാവ് എ പാർട്ടിക്കിൾ എം ജെ വിച്ച് ഈസ് എക്സിക്യൂട്ടിംഗ് സർക്കുലർ മോഷൻ. ഓക്കെ, സർക്കുലർ മോഷൻ ഉണ്ട്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ജെ ആണ്. And it is the z axis is the axis of rotation. അപ്പോൾ ഈ z axis ആണ് ഫിക്സ്ഡ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ z axis ആണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആൻഡ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് റോ ജെ ഡിസ്റ്റൻസ് ഫ്രം ദി z axis ആൻഡ് ദ വെലോസിറ്റി ഈസ് വി ജെ. ഇനി നമ്മളൊരു ഒറിജിൻ ചൂസ് ചെയ്യാണ് നമുക്ക് ആംഗുലർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒറിജിൻ ഇവിടെയാണ്. അപ്പോൾ ആ ഒറിജിനിൽ നിന്ന് ഈ പാർട്ടിക്കിൾ എം ജെയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ ഓഫ് ദി പാർട്ടിക്കിൾ എം ജെ ഈസ് ആർ ജെ, അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ആർ ജെയും റോ ജെയും ഡിഫറെൻ്റ് ആണ്. റോ ജെ എന്ന് പറയുന്നത് ഈ പ്ലെയിനിൽ ഇത് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സർക്കുലർ മോഷൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ അത് എക്സ് ജെ സ്ക്വയർ പ്ലസ് വൈ ജെ സ്ക്വയർ ഓൾ റേസ്ഡ് ടു 1/2 ആയിരിക്കും. ആർ ജെ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ. അതായത് ഈ ഡിസ്റ്റൻസും കൂടെ ഉണ്ട്, സെറ്റ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ടും രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾക്കറിയാം ഇഫ് യു ഹാവ് എ സർക്കുലർ മോഷനിൽ വി ജെ ആണ് ഇതിൻ്റെ വെലോസിറ്റി എങ്കിൽ വി ജെയുടെ മോഡുലസ് ഓഫ് വി ജെ ആണ് ഇത് പറയുന്നത്, വെലോസിറ്റിയുടെ വാല്യൂ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. മോഡുലസ് ഓഫ് വി ജെ നമുക്ക് വി ജെ എന്നതിന് ആർ ഡോട്ട് എന്ന് എഴുതാം കേട്ടോ. ആർ ഡോട്ട് എന്നുള്ളതിനെ കൊണ്ട് എത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, ഡി ആർ ബൈ ഡി ടിനാണ് ആർ ഡോട്ട് എന്ന് പറയാം, മേലൊരു കുത്തിടാം. ഇപ്പം ജെത്ത് പാർട്ടിക്കിളിൻ്റെ ആയതുകൊണ്ട് ജെ എന്നുള്ള സഫിക്സ് ഉണ്ട്. സോ വി ജെ ഈസ് ഈക്വൽ ടു ആർ ജെ ഡോട്ട്. ആർ ജെ ഡോട്ട് നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒമേഗ ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ, അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി അതാണ് ഒമേഗ. സോ ഒമേഗ ഇൻറ്റു ആർ ഒമേഗ, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. എന്നാൽ ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ് ആണ്. ആ റേഡിയസ് ഇപ്പോൾ റോ ആണ്. സോ റോ ഒമേഗ റോ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്കറിയാം. ഇനി നമ്മൾ ആംഗുലർ മൊമെൻറ്റം കാണാൻ പോവുകയാണ്. ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ദിസ് പോയിൻറ്റ്. സോ എൽ ജെ ഈസ് ഈക്വൽ ടു ജെത്ത് പാർട്ടിക്കിളിൻ്റെ ആയതുകൊണ്ടാണ് എൽ ജെ എന്ന് എഴുതുന്നത്.
LJ is equal to R cross P ആണ്. P എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം, ആ പാർട്ടിക്കിളിൻ്റെ മാസ് എന്താണ് MJ ആണ്, ആൻഡ് വെലോസിറ്റി ഈസ് VJ. ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ. നൗ വി ഹാവ് ടു കൺസിഡർ ഓൺലി ദി സെറ്റ് കമ്പോണൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിതിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കാണുക. യു ഹാവ് ടു കീപ് യുവർ റൈറ്റ് ഹാൻഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് RJ ആൻഡ് യു ഹാവ് ടു കേൾ ദ ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് V. ഇപ്പോൾ വെലോസിറ്റി ഡയറക്ഷന് ഇതായി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വിൽ ബി അലോങ് ദി സെറ്റ് ആക്സിസ്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ സെറ്റ് കമ്പോണൻറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് കമ്പോണൻറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ VJ ഈസ് ഇൻ ദ പ്ലെയിൻ. VJ എന്ന് പറയുന്നത് ഈ പ്ലെയിനിലാണ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ള ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ബേസിക് ഡെഫിനിഷൻ വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു R ക്രോസ് P എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് R നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എന്താണ്, മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ആറിൻ്റെ വാല്യൂ എന്താണ്, R ക്രോസ് P ആണെങ്കിൽ you can rewrite it as R perpendicular into P എന്ന് എഴുതാം. R perpendicular is the component of R along the direction of P. അപ്പോൾ അതാണ് along the direction അല്ല, perpendicular to P, direction of motion നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഓക്കെ, സോ R ക്രോസ് P വെച്ചിട്ട് അതിന് നമ്മൾ R perpendicular into P എന്ന് എഴുതാം. ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ MJ VJ ക്രോസ് നമ്മുടെ RJ എന്നുള്ളത് എന്തായി മാറും, RJ എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് R പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി പാർട്ടിക്കിൾ ടു ദി സെഡ് ആക്സിസ് എന്ന് വരും. അപ്പം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി പാർട്ടിക്കിൾ ടു ദി സെഡ് ആക്സിസ് എന്താ വരിക, ρJ വരും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ρJ ആണ്. ഓക്കെ, so you will get LZJ is equal to MJ VJ ρJ എന്ന് വരും. ഓക്കെ, ഇവിടെ ρJ എന്ന് പറയുന്നത് R പെർപെൻഡിക്കുലർ ആണ്. R പെർപെൻഡിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് ρJ ആണ്. ഓക്കെ, അത് ഈ പാർട്ടിക്കിളിൽ നിന്ന് ഈ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇതെന്ത് വരും, ഇതിന് MJ VJ ρJ എന്നുള്ളത് നമുക്ക് വിക്ക് പകരം ഈ ഒമേഗ ρJ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ρJ സ്ക്വയർ ഒമേഗ എന്ന് വരും. VJക്ക് പകരം നമ്മൾ ഒമേഗ ρJ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു jth പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം അലോങ് ദി സെറ്റ് ഡയറക്ഷൻ നമുക്ക് കിട്ടി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണിത്, മാഗ്നിറ്റ്യൂഡാണ്. നമുക്കറിയാം ഡയറക്ഷൻ സെറ്റ് ഡയറക്ഷൻ തന്നെയാണ് ഇതിൻ്റെ വാല്യൂ ഉള്ളത്. ഓക്കെ, ഇനി നോക്കുക, വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ബോഡി. ഇപ്പോൾ LZ ആണ് നമ്മൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എടുക്കണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദി സമ്മേഷൻ ഓഫ് LZJ, സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു J LZJ. അപ്പോൾ ഇവിടെ നമുക്ക് LZJ നമുക്ക് കിട്ടിയിട്ടുണ്ട് MJ ρJ സ്ക്വയർ ഒമേഗ എന്ന് കിട്ടിയിട്ടുണ്ട്. സോ LZ വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ MJ ρJ സ്ക്വയർ ഒമേഗ ആയിരിക്കും. ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒമേഗ ഇസ് ദ ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ബോഡി. എല്ലാ പാർട്ടിക്കിളിനും ഒരേ ആംഗുലർ വെലോസിറ്റിയാണ് ഉണ്ടാവുക. സോ യു ഹാവ് another definition for the angular momentum, that is LZ is equal to I omega, where I is, അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം യു ക്യാൻ സീ ദാറ്റ് I is equal to summation MJ ρJ square എന്ന് കിട്ടും. And this I is called the geometrical moment of it is a geometrical quantity. Geometrical quantity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a quantity which depends on the geometry of the system. അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ബോഡിയുടെ ഷേപ്പിനും ഒക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്.
അതിൻ്റെ പേരാണ് എന്ത്, ഐ ഈസ് ഈക്വൽ ടു എന്താണ്, ഐ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എം ജെ റോ ജെ സ്ക്വയർ എന്ന് കിട്ടി. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി distribution of the mass in the body and the location of the axis of rotation. അപ്പോൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെയാണ് അതിൽ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സെൻറ്ററിലേക്ക് കൂടുതൽ മാസ് ഉണ്ട്, അല്ലെങ്കിൽ എഡ്ജിലേക്കാണ് കൂടുതൽ മാസ് ഉള്ളത്, നടുക്ക് മാസ് കുറവാണ്, അതുപോലെ അതിനൊക്കെ നിങ്ങളെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അതിൻ്റെ വാല്യൂ അതിനനുസരിച്ച് മാറും. അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷൻ എബൌട്ട് ദി സെൻറ്റർ അതായത് ആ ബോഡിയുടെ സെൻറ്ററിനാണ് എബൌട്ട് ദി സെൻറ്ററിലൂടെയുള്ള ആക്സിസിലൂടെയാണ് നിങ്ങൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എടുക്കുകയാണെങ്കിൽ ഒരു വാല്യൂ ആയിരിക്കും. അതിന് പകരം നിങ്ങൾ അതിൻ്റെ ഒരു എൻഡിൽ ഉള്ള ആക്സിസിലൂടെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എടുക്കുന്നതെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വി വിൽ സീ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഫോർ ദിസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പം നോക്കുക, ഫോർ എ കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് മാറ്റർ വി ക്യാൻ റീപ്ലേസ് ദ സം ഓവർ മാസ് പാർട്ടിക്കിൾ ബൈ ദ ഇൻറ്റഗ്രൽ. അപ്പോൾ ഇവിടെ നമുക്കറിയാം കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഒരു 4-5 പാർട്ടിക്കിൾസ് അല്ല ഉള്ളത്, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ. എം ജെ എന്ന് പറയുന്നത് ഒരുപാട് എം ജെസ് ഉണ്ടാവും, ഒരുപാട് J1 J2 J3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അതിന് നമ്മൾ ഇപ്പോൾ ഈ സമ്മേഷൻ നമുക്ക് എന്താക്കി മാറ്റാം, യു ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ ദ ഇൻറ്റഗ്രൽ. അപ്പം ഇത് എന്ത് വരും, ഇൻറ്റഗ്രൽ റോ സ്ക്വയർ ഡി എം എന്ന് വരും. ഡി എം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എം ജെ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൻ്റെ മാസ്, അതിന് പകരം ഒരു ചെറിയൊരു എലിമെൻറ്റിൻ്റെ മാസ്, ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് വളരെ ചെറിയൊരു എലിമെൻറ്റ് എടുക്കും, ആ എലിമെൻറ്റിൻ്റെ മാസാണ് ഡി എം എന്ന് പറയുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ റോ സ്ക്വയർ ഡി എം എന്ന് പറയും. അപ്പോൾ റോ നമ്മൾ നേരത്തെ പറഞ്ഞു, ദ മോഷൻ ഈസ് ഇൻ എ പ്ലെയിൻ, ഇൻ എക്സ് വൈ പ്ലെയിൻ, അതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം, ഡി സ്ക്വയർ റോ സ്ക്വയർ. ഇനി ഡി എം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നോക്കുകയാണ്. ഡി എം എന്ന് പറയുന്നത് മാസ് എലിമെൻ്റ് ആണ്. മാസ് എലിമെൻറ്റിന് നമുക്ക് എന്ത് എഴുതാം, മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ വോളിയം ആണ്. ഡെൻസിറ്റി ആൻഡ് ദി പൊസിഷൻ ഓഫ് ഡി എം ഡെൻസിറ്റി അറ്റ് ദി പൊസിഷൻ ഓഫ് ഡി എം, ആ ഡി എം എന്നുള്ള എലിമെൻറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന സ്ഥലത്തുള്ള ഡെൻസിറ്റി, ആൻഡ് ദ വോളിയം ഡി വി ഒക്യുപ്പൈഡ് ബൈ ഡി എം. ഡി എം എന്ന് പറയുന്ന ചെറിയ എലിമെൻറ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഡി എം. സോ ഡി എം ഇസ് ഈക്വൽ ടു ഒമേഗ അല്ല ഡബ്ല്യു ഡി വി. അപ്പോൾ ഇവിടെ നമ്മൾ റോ ആണ് സാധാരണ നമ്മൾ യൂണിവേഴ്സിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് റോ ആണ് ഡെൻസിറ്റിക്ക്. ഇവിടെ നമ്മൾ റോ റേഡിയസ് ആയിട്ട് എടുത്തതുകൊണ്ട് നമ്മൾ വേറെ ഡബ്ല്യു എന്നുള്ളൊരു സിമ്പിളാണ് ഡെൻസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഡബ്ല്യു ഡി വി എന്നുള്ളത്, ഡി വി ഇസ് ദ വോളിയം എലിമെൻറ്റ്. സോ ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ റോ സ്ക്വയർ ഡി എം. അത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, ഐ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡബ്ല്യു ഡി വി എന്ന് എഴുതാം. Okay, so W is the density and dV is the volume element. In next class we will see different objects and the moment of inertia of different objects. Okay, thank you.